Hi everyone, welcome you all to my channel. Today we are going straight into the second passage of 10th Standard Unit 1. In the attic. In the attic. Attic means മുറി എന്നർത്ഥം, റൂം. ഈ റൂമിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. തട്ടിൻപുറങ്ങളുള്ള റൂമാണ്. In the attic. Here, in the attic is written by a Polish writer and pianist. Władysław Szpilman was his name. Władysław Szpilman. It highlights the human experience of displacement and survival in the times of war, and also in the time of persecution, religious persecution. മതപീഡനങ്ങളുടെ കാലഘട്ടത്തിൽ അതിജീവനത്തിന്റെയും അതോടൊപ്പം തന്നെ അനിശ്ചിതത്തിന്റെയും ദിവസങ്ങൾ എങ്ങനെയാണ് കഴിയുന്നത് എന്നുള്ള മനുഷ്യന്റെ എക്സ്പീരിയൻസ്, അനുഭവങ്ങളാണ് ഇതിൽ അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ യൂണിറ്റ് എന്ന് പറയുന്നത്, ഈ പാസേജ് എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു പാസേജാണ്. സ്പിൽമാൻ തന്റെ അനുഭവങ്ങളാണ്, രണ്ടാം ലോക മഹായുദ്ധകാലത്തെ തന്റെ അനുഭവങ്ങളാണ് ഈ പാസേജിൽ മുഴുവനായി പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ഹിസ് മെമോയർ ദ പിയാനോയിസ്റ്റ്. ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം the memoir of Szpilman named the pianist. അദ്ദേഹം തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്ന്, ദ പിയാനോയിസ്റ്റ് എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പിൽ നിന്നാണ്, ഇറ്റ്സ് an excerpt. It is an excerpt taken from the memoir, the pianist written by a Polish writer and also a Polish pianist, Władysław Szpilman. അത് നോക്കണം, അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ. Władysław Szpilman. അപ്പോ he tells or it highlights the human experience. മനുഷ്യന്റെ അനുഭവങ്ങളെ കുറിച്ചാണ്. It highlights the human experience of displacement and survival during the time of war and human persecution or religious persecution. മതപരമായ പീഡനങ്ങളുടെ കാലഘട്ടത്തിൽ, അതോടൊപ്പം യുദ്ധകാലഘട്ടത്തിൽ, ആ സമയത്ത് അതിജീവനത്തിന്റെയും അതോടൊപ്പം തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന അനുഭവങ്ങളെ കുറിച്ചുമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ച് അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ജർമ്മൻ സൈന്യം, നാസി പട്ടാളം ഒന്നാകെ തന്നെ ജൂതന്മാരാണ് ഈ ലോകത്തിന്റെ സർവനാശത്തിന് കാരണമെന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതുപോലെ തന്നെ ജൂതന്മാർക്കെതിരായിക്കൊണ്ട് ക്രൂരമായ ജൂതവേട്ട നടന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. മതപീഡനങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു അത്. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ച്, അതോടൊപ്പം തന്നെ ഗ്യാസ് ചേംബറുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജൂതന്മാരെ മുഴുവൻ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക്, ജർമ്മനിയുടെ നാസി പട്ടാളത്തിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് അവരെ ഒന്നടങ്കം ഗ്യാസ് ചേംബറിനുള്ളിലാക്കി കൊല്ലുകയും ചെയ്ത ഈ വലിയ തോതിലുള്ള നരവേട്ട നടന്ന കാലഘട്ടമായിരുന്നു അത്. ആ കാലഘട്ടത്തിൽ ഒരു ജൂതനായി ജനിച്ച് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ പ്രസിദ്ധമായ ഒരു മുറിയിൽ അവിടെ രക്ഷ പ്രാപിച്ച് കുറച്ചു കാലം കഴിയേണ്ടി വന്ന, അതിനുശേഷം ഈ യുദ്ധാനന്തരം ജർമ്മനി പരാജയപ്പെട്ടതോടുകൂടി തിരിച്ചു വന്ന സ്പിൽമാൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ പോളണ്ടുകാരനായ എഴുത്തുകാരന്റെയും അതോടൊപ്പം പിയാനോയിസ്റ്റിന്റെയും ജീവചരിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോ അദ്ദേഹത്തിന്റെ ഈ ജീവചരിത്രം, അതായത് ഇവിടെ പിയാനോയിസ്റ്റ്, അദ്ദേഹത്തിന് ഓർമ്മക്കുറിപ്പുകളാണിത്. പിയാനോയിസ്റ്റ് എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പുകളാണ്. അതിലെ ഒരു പേജാണ്, ഇറ്റ്സ് എൻ എക്സറപ്റ്റ് എന്ന് പറഞ്ഞ പേജ്, ഏട് ആണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് പറയുന്നതിനോടൊപ്പം തന്നെ
ആ കാലഘട്ടം. സോ വാട്ട് വാസ് ഹാപ്പൻ ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ, ഡ്യൂറിങ് സെക്കൻഡ് വേൾഡ് വാർ, that you can easily understand. It was a time of religious persecution and large scale massacre. Massacre means കൂട്ടക്കുരുതിയുടെ കാലഘട്ടമായിരുന്നു. കൂട്ടക്കുരുതിയുടെ കാലഘട്ടമായിരുന്നു. പോളണ്ടുകാർ ജൂതന്മാരെ മുഴുവൻ ജർമ്മൻ സൈന്യമൊന്നാകെ, ഹിറ്റ്ലറുടെ നാസി പട്ടാളം ഒന്നാകെ തന്നെ കൂട്ടക്കുരുതി നടത്തിയ, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അഭയാർത്ഥികളെ പോലെ കഴിയേണ്ടി വന്ന, അവിടെ നിന്ന് ഗ്യാസ് ചേമ്പറിനുള്ളിലാക്കി കൊന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സ്പിൽമാൻ എന്ന് പറയുന്ന ആൾ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലെത്തുന്നത്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം മാംസങ്ങളൊക്കെ ശേഖരിക്കുന്ന ഒരു മുറിയിൽ, ലാഡർ, അത് ആ ഫസ്റ്റ് പാരഗ്രാഫിലുണ്ട്, ആ ലാഡർ എന്ന് പറയുന്ന മുറിയിൽ അദ്ദേഹം ഈ ഒളിഞ്ഞുകൂടുകയാണ്. പക്ഷേ ഒരു ദിവസം ഒരു ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തെ കാണാൻ വരികയാണ്. അദ്ദേഹത്തെ കണ്ട് ജർമ്മൻ ഓഫീസറോട് ഹി വാസ് ടോട്ടലി ടയേർഡ് because of this hidden life, he was totally tired, and he said, do whatever you like, I am ready to suffer anything. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് ചെയ്യുക, ഞാൻ എല്ലാം സഹിക്കാൻ തയ്യാറാണ്. He slumped on a chair that we have already seen in the first paragraph. It says slumped on a chair. തന്റെ ക്ഷീണിതനായ ശരീരം ഒന്നാകെ തന്നെ വായു വലിച്ച് ആ ഒരു കസേരയിലിട്ട് അദ്ദേഹം പറയാണ്, ഡു വാട്ട് എവർ യു ലൈക്ക്, ഐ എം റെഡി ടു സഫർ എനി കോൺസിക്വൻസസ്, ഐ എം റെഡി ടു സഫർ. അപ്പോ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അദ്ദേഹം ഈ ജർമ്മൻ ഓഫീസർ who happened to see him, and he believed that Spillman believed that he came to kill him or to harm him. Then he told the officer, do whatever you like, I'm ready to suffer any consequences, I'm ready to suffer anything എന്ന് പറയാണ്. അപ്പോ അത് കഴിഞ്ഞ് ഈ വലിയ ഒരു എക്സ്പീരിയൻസ്, അനുഭവക്കുറിപ്പാണ് അവർ നൽകിയിട്ടുള്ളത്. ആ അനുഭവക്കുറിപ്പ് ഒന്നാകെ പറയുക എന്നതിനപ്പുറം I am going to tell you the summary of this unit and keynotes and summary of this unit. See, it is given there in the board itself. You can see. So, in the attic is an excerpt from the memoir The Pianoist, written by Vladislav Spillman. Excerpt means it's an page taken from his memoir. What is the name of the memoir? The Pianoist, written by Vladislav Spillman. Vladislav Spillman എന്ന് പറയുന്ന പ്രസിദ്ധനായ ഈ പോളണ്ടുകാരനായ ഒരു എഴുത്തുകാരന്റെ, ഒരു പിയാനോയിസ്റ്റിന്റെ പ്രസിദ്ധമായ ഓർമ്മക്കുറിപ്പാണ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. അതാണ് ഇൻ ദ ആറ്റിക് എന്ന് പറയുന്നത്. അപ്പോ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഡിസഫ് സ്പിൽമാൻ, ആ വാക്ക് ശ്രദ്ധിക്കണം. അത് അവിടെ എഴുതി വെച്ച സ്പെല്ലിങ്ങുകൾ ശ്രദ്ധിക്കണം. ആ സ്പെല്ലിംഗ് ഈ നമ്മുടെ ഉച്ചാരണത്തിൽ നിന്ന് വിഭിന്നമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നോക്കുക, ദ എക്സെപ്റ്റ് ഹൈലൈറ്റ്സ് human experience of displacement and the survival in സർവൈവലാണ്, അതിജീവനത്തിന്റെയും അതോടൊപ്പം തന്നെ ഡിസ്പ്ലേസ്മെന്റ്, അതിവിദൂരമായ സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്ന അതിന്റെ അനുഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ടൈംസ് ഓഫ് വാർ ആൻഡ് പെർസിക്യൂഷൻ മീൻസ് മതപീഡനമാണ്. For 6 years he had been hidden in a loft in a Jewish colony. In a loft means തട്ടിൻപുറം. അത് നമുക്കറിയാം, ഒരു മുറിയിലെ തട്ടിൻപുറമാണ്, പലക കൊണ്ടൊക്കെ നിർമ്മിച്ച തട്ടിൻപുറത്ത് അവിടെ കഴിയാണ് 6 വർഷത്തോളം കാലം, യുദ്ധം അവസാനിക്കുന്നതുവരെ. ഇത് നരഹത്യ നടന്ന കാലഘട്ടമാണ്. ജൂതന്മാർക്കെതിരായി കൊണ്ടുള്ള വിദ്വേഷം പ്രചരിപ്പിച്ച് ജൂതന്മാരെ ഒന്നടങ്കം കൂട്ടക്കുരുതി നടത്തിയ ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ജൂതന്മാരെ മുഴുവൻ കോൺസെൻട്രേഷൻ, ഈ നാസി പട്ടാളത്തിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് മാറ്റുകയാണ്. ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ
ഒരു തട്ടിൻപുറത്ത് കയറി രക്ഷപ്പെടാൻ അവസരം കിട്ടിയ ആളായിരുന്നു സ്പിൽമാൻ എന്ന് പറയുന്നത്. നോക്കണം, ഫോർ 6 years he had been hidden in a loft I told you, loft, a border place in the room. അതാണ്, in a Jewish colony during the Second World War. He tells his experience in a ghetto. Ghetto means it's a colony of Jews. അതാണ്. He tells his experience in a ghetto and how he had escaped from there and reached Warsaw. So how he had escaped from there and reached Warsaw again. വീണ്ടും വാർസോയിലേക്ക് തിരിച്ചെത്താൻ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നും വാർസോയിലേക്ക് ഞാൻ വീണ്ടും എങ്ങനെയാണ് തിരിച്ചെത്തിയത് എന്നുമാണ് ഈ പാസേജിൽ അല്ലെങ്കിൽ ഈ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം പങ്കുവെക്കുന്നത്. സ്പിൽമാൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ പോളണ്ടുകാരനായ എഴുത്തുകാരൻ അല്ലെങ്കിൽ പിയാനോയിസ്റ്റ് നമ്മോട് പങ്കുവെക്കുന്നത് അദ്ദേഹം എങ്ങനെയാണ് ആ പ്രയാസങ്ങളെ അതിജീവിച്ചതെന്നും അതോടൊപ്പം പിന്നീട് വാർസോയിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചെത്താനും ഇടയായ സാഹചര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് that you can see, while he was slumped on a chair in the attic, losing all hopes, a German officer entered his room to kill him. See, why did the officer come to the room? He wanted to search whether there is any Jew in that area. ഏതെങ്കിലും ഒരു ജൂതൻ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നതാണ്. ജൂതന്മാരെ മുഴുവൻ കൊന്നെടുക്കുന്ന സമയമാണ്. അപ്പോ he came to examine whether there is any Jew in that small place, in that room. So what did Spillman told him to do whatever he liked. എന്ത് വേണേലും ചെയ്തോ. So it was because of his weariness. He was totally tired. And he told the officer what to do. So you do whatever you like. I'm ready to suffer. So here the officer told him that he had no intention to harm him, but told him to play the piano. So there was a piano in the room. The officer told him, I am not going to harm you. I am not going to harm you. നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ പോകുന്നില്ല, മറിച്ച് എന്ത് ചെയ്യണം? You play the piano. And he was a generous officer. He was a kind-hearted man. Told him to play the music. Told him to play the piano. And what did he do? When he heard that he was a pianist, when he heard that, he understood that he was a pianist. So told him to play the piano. Spillman played Chopin's Nocturne in C sharp minor. It's a note. ചോപ്പിൻസ് നൊക്ടേൺ ആണ് അദ്ദേഹം വായിച്ചത്. അദ്ദേഹം ചോപ്പിൻസ് നൊക്ടേൺ എന്ന് പറയുന്ന ആ കീ നോട്ടാണ് വായിച്ചത്. ആൻഡ് ദ ഓഫീസർ ലൈക്ഡ് വെരി മച്ച്. അത് വായിച്ചു കേട്ടതോടുകൂടി ഹി ലൈക്ഡ് വെരി മച്ച്. അദ്ദേഹത്തിന് വല്ലാത്ത താല്പര്യം തോന്നി. അദ്ദേഹത്തോട് മമത തോന്നുകയാണ്, സ്നേഹം തോന്നുകയാണ്. എന്നിട്ടോ ഹി കൺവിൻസ്ഡ് ദ ഓദർ. അതാണ് ബോധ്യപ്പെടുത്തണം. ഹി കൺവിൻസ്ഡ് ദ ഓദർ ദാറ്റ് the necessity of hiding in the loft. Then the other then da എന്നുള്ള അവിടെ then എന്നില്ല. The necessity of hiding in the loft until the war ends and offered him loaves of bread to eat. ഒളിച്ചു നിൽക്കാൻ ആവശ്യപ്പെടുകയാണ്. ആ ലോഫ്റ്റിൽ, ആ തട്ടിൻപുറത്ത്, അവിടെ തന്നെ ആ മാളികപ്പുറത്ത് തന്നെ ഈ യുദ്ധം അവസാനിക്കുന്നത് വരെ ഒളിച്ചു നിൽക്കേണ്ട ആവശ്യകതയെ കുറിച്ച് അദ്ദേഹം ബോധ്യപ്പെടുത്താൻ. അവിടെ നിന്നട്ടോ, രക്ഷപ്പെടണമെങ്കിൽ അവിടെ തന്നെ നിൽക്കണം, ഒളിഞ്ഞു നിൽക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അതാ പറയുന്നത് നോക്കുക. The officer visited the attic the second time and told him, and he offered him loaves of bread. ഒരുപാട് ബ്രെഡ് അദ്ദേഹത്തിന് ഓഫർ ചെയ്യാണ്. അങ്ങനെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തട്ടിൻപുറത്ത് തന്നെ താമസിക്കാനും അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ എത്തിക്കാനും ആ ഓഫീസർ കരുതൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. The officer visited the attic the second time and gave him a lot of bread and jam for weeks. Give എന്നല്ല അവിടെ വരുന്നത്, gave GAV കൊടുത്തു, നൽകി എന്നാണ്. The officer visited the attic
the second time and gave him a lot of bread and jam for weeks. ആഴ്ചകളോളം ആവശ്യമുള്ള ബ്രെഡും ജാമും ഒക്കെ തന്നെ ഓഫീസർ രണ്ടാമത്തം വന്നപ്പോൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. Then he told the other that he was leaving the place with his detachment. അപ്പോ ഈ എഴുത്തുകാരനോട്, സ്പിൽമാൻ എന്ന് പറയുന്ന ഈ എഴുത്തുകാരനോട് പറഞ്ഞു, ഞാൻ എന്റെ ഡിറ്റാച്ച്മെന്റുമായി, ഞാൻ എന്റെ സൈനിക കൂട്ടവുമായി ഇവിടെ നിന്നും പോവാൻ പോവുകയാണ്. എന്നിട്ട് പറയാണ്, ഡിറ്റാച്ച്മെന്റ് ആൻഡ് റിമെയിൻ സേഫ് ഇൻ ദ ലോഫ്റ്റ്. ആ തട്ടിൻപുറത്ത് നീ സേഫ് ആയിട്ടിരിക്കുക, ഒരു അപകടവും പറ്റാതെ അവിടെ തന്നെ ഒളിഞ്ഞു നിൽക്കുക എന്ന് അവനോട് ഉത്ബോധിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും ഞാൻ ഇന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് ആ ഓഫീസർ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് he dared to ask him his name and told that, നോക്കുക, he dared to ask his name. നോക്കുക, the author dared to ask him. അവനോട് ചോദിക്കാൻ താല്പര്യം കാണിച്ചു. എന്താ ധൈര്യപ്പെട്ടു. എന്താണ് പറയുന്നത്? നിങ്ങൾ ജർമ്മൻകാരൻ തന്നെയാണോ? എന്താണ് നിങ്ങളുടെ പേര്? അങ്ങനെ ഒരു ജർമ്മൻകാരന് ഒരു കാരണവശാലും ജൂതന്മാരോട് മയം കാണിക്കാൻ താല്പര്യമുള്ള ആളായിരുന്നില്ല. അപ്പൊ നിങ്ങൾ ജർമ്മൻകാരൻ തന്നെയാണോ? അത് വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തെ. അപ്പോ അദ്ദേഹത്തെ വല്ലാതെ അലോസരപ്പെടുത്തി. അതെ, ഞാൻ ഒരു ജർമ്മൻകാരൻ തന്നെയാണ്. ഞാനും എന്താണ്, ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ആ മനുഷ്യത്വമാണ് ഞാൻ കാണിക്കുന്നത്. നീ സേഫായിട്ടിരിക്കുക, ഒരു കാരണവശാലും അവിടെ നിന്ന് പുറത്തിറങ്ങരുത്, അവിടെ തന്നെ ഒളിച്ചു നിൽക്കുക, നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നോക്കുക, ദ പ്ലേസ് വിത്ത് ഹിസ് ഡിറ്റാച്ച്മെന്റ് ആൻഡ് റിമെയിൻ സേഫ് ഇൻ ദ ലോഫ്റ്റ്. He dared to ask his name and told that he is still alive after the war. ഈ യുദ്ധം അവസാനിച്ചതിന് ശേഷം നമ്മൾ രണ്ടുപേരും ജീവിച്ചിരിക്കുകയാണെങ്കിൽ he will contact him. ഞാൻ നിങ്ങളെ ബന്ധപ്പെടാമെന്ന് അറിയിക്കുകയാണ്. It was Wilhelm Hosenfeld, a German officer who helped him. നോക്കുക, ആ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട്. വിം ഹോസൻഫെൽഡ് എന്ന് പറയുന്ന ജർമ്മൻകാരനായ ഒരു ഓഫീസറായിരുന്നു ആ വന്നിട്ടുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ. അപ്പോ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെ പേര് വിം ഹോസൻഫെൽഡ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ജർമ്മൻ ഓഫീസർ ആയിരുന്നു. അടുത്ത നോക്കാം. On 14th and 15th January, the sound of the artillery in the attic was come down. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന അവസാന നാളുകളിൽ. അപ്പോ on 14th and 15th January, 14-ാം തീയതി, ജാനുവരി മാസം 14-ാം തീയതിയും 15-ാം തീയതി, സൗണ്ട് ഓഫ് ദ ആർട്ടില്ലറി മീൻസ് പീരങ്കിപ്പട ഇൻ ദ ആറ്റിക് വാസ് കം ഡൗൺ. ആ മുറിയിൽ കേൾക്കാതായി പീരങ്കിപ്പടയുടെ ശബ്ദം. വെടിയൊച്ചകൾ കേൾക്കാതായി എന്ന് പറഞ്ഞാൽ അതൊരു സൂചനയാണ്. എന്താണ്? ആ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നൊരു സൂചന നൽകുന്നുണ്ട്. ദ സൗണ്ട് ഓഫ് ദ ആർട്ടില്ലറി, പീരങ്കിപ്പടയുടെ ശബ്ദം ഇൻ ദ ആറ്റിക് വാസ് കം ഡൗൺ. ആ മുറിയിൽ കുറഞ്ഞു വന്നു. സ്പിൽമാൻ ഹേർഡ് ദ ഫുട് സ്റ്റെപ്സ് ഓഫ് ദ ജർമ്മൻ സോൾജേഴ്സ് ലീവിംഗ് ദ ആറ്റിക്. സ്പിൽമാൻ കേട്ടു ജർമ്മൻ പട്ടാളക്കാർ ഒന്നാകെ കൂട്ടത്തോടെ അവിടെ നിന്നും വിട്ടുപോകുന്നതായി ആർക്ക് മനസ്സിലായി? സ്പിൽമാൻ കേട്ടിട്ടുണ്ടായിരുന്നു. റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് ബ്രോഡ്കാസ്റ്റഡ് ദ അനൗൺസ്മെന്റ് ഓഫ് ജർമ്മനീസ് ഡിഫീറ്റ് ഇൻ ദ വാർ. കണ്ടോ, റേഡിയോയിലൂടെ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. ജർമ്മനി യുദ്ധത്തിൽ തോറ്റിരിക്കുന്നു എന്ന പ്രഖ്യാപനം വന്നു. നെക്സ്റ്റ് ഡേ ഹി ഗോട്ട് എ കറേജ് ടു കം ഔട്ട്. പിറ്റേ ദിവസം അദ്ദേഹം ധൈര്യപ്പെട്ടു, എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരാനുള്ള ധൈര്യം കാണിച്ചു. But he was in a German uniform which was given by the officer who saved his life. തന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആ വിം ഹോസൻഫെൽഡ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്ന കുപ്പായം അണിഞ്ഞുകൊണ്ടാണ് ഇവൻ പുറത്തേക്ക് വരുന്നത്. എവിടെ നിന്ന്? ഈ ലോഫ്റ്റിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അപ്പോ അപ്പുറത്ത് നിൽക്കുന്ന പോളിഷ് ഓഫീസർമാരെല്ലാം തന്നെ ഇവൻ ജർമ്മൻകാരനാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരായി വെടിയുതിർക്കുകയാണ്. എന്താ സംഭവിക്കുന്നത് എന്ന് അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട്. നോക്കുക. The Polish army searching for the Germans shot him at first. The Polish army searching for the Germans shot him at first. ജർമ്മൻകാരെ തെരഞ്ഞുകൊണ്ടിരുന്ന പോളിഷ് ആർമി അദ്ദേഹത്തെ ആദ്യം വെടിവെക്കുകയാണ്. He cried aloud, saying that he was a Polish. ഞാനൊരു പോളണ്ടുകാരനാണ്, എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ രക്ഷിക്കണേ, എന്നെ വെടിവെക്കല്ലേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കരയുകയാണ്. ആൻഡ് ലേറ്റർ റെക്കഗ്നൈസ്ഡ് ബൈ ദ ട്രൂപ്സ്. പിന്നീട് സൈന്യം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. റെക്കഗ്നൈസ്ഡ് ബൈ ദ ട്രൂപ്സ്.
ആ സൈന്യം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം ജർമ്മൻകാരനല്ല, ഒരു പോളണ്ടുകാരനാണ് എന്ന് ആ സൈന്യം തിരിച്ചറിഞ്ഞു. Then he was freed and brought to Warsaw and became in Polish radio. വീണ്ടും അദ്ദേഹം പോളിഷ് റേഡിയോയിൽ തന്നെ ജോലിയിൽ പ്രവേശിച്ചു. വാർസോയിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി ആ സൈന്യം, പോളിഷ് സൈന്യം അവന് വാർസോയിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? he came to know, അവൻ പിന്നീട് അറിഞ്ഞു എന്ത്? that the officer who showed kindness and sympathy to him, ആ ഓഫീസർ അദ്ദേഹത്തോട് സ്നേഹവും ദയവും കാണിച്ച വിം ഹോസൻഫെൽഡ് എന്ന് പറയുന്ന ആ ജർമ്മൻ ഓഫീസർ സിമ്പതി ടു ഹിം എ ക്യാപ്റ്റീവ്, ഒരു തടവുകാരനായി വന്നിട്ടുണ്ടായിരുന്നു. അണ്ടർ റെഡ് ആർമിയുടെ ചുവപ്പ് സൈന്യം, അത് ഈ റഷ്യയുടെ സൈന്യമാണ്. ആ സൈന്യത്തിന്റെ തടവുകാരനായി പിടിക്കപ്പെട്ടു എന്നും ആൻഡ് ഡൈഡ് ഇൻ ദ പ്രിസൺ ഓഫ് വാർസോ, വാർസോയിലെ ആ ജയിലറയിൽ അദ്ദേഹം മരിച്ചുപോയി എന്നും ആര് കേൾക്കുകയാണ്? സ്പിൽമൻ കേൾക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പുകളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ തടവറയിലെ തന്റെ അനുഭവക്കുറിപ്പുകളെ കുറിച്ചാണ് സ്പിൽമൻ പറഞ്ഞത്. അദ്ദേഹം യുദ്ധത്തിൽ തടവുകാരനായി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എത്തിയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും വാർസോയിലേക്ക് തിരിച്ചുകയാണ്. അല്ലെങ്കിൽ കൂട്ടക്കുരുതി നടത്തിയിട്ടുണ്ടാകുന്ന നാസി പടയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അവസാനം വാർസോയിലേക്ക് തിരിച്ചെന്ന അദ്ദേഹത്തിന്റെ ഈ ഹ്യൂമൻ എക്സ്പീരിയൻസസ്, മനുഷ്യാനുഭവങ്ങളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ അധ്യായം ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള, യുദ്ധത്തിന്റെ കെടുതികളെ കുറിച്ചുള്ള, യുദ്ധം ഒരു മനുഷ്യനിൽ ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ ആഘാതങ്ങളെ കുറിച്ച് പറയുന്ന ഒരു യൂണിറ്റ് ആയിട്ടാണ്. അപ്പോ കുട്ടികളിൽ ഒരു യുദ്ധവിരുദ്ധ മനോഭാവം ഉണ്ടാക്കുക. നമ്മളെല്ലാവരും ഇന്ന് ഒരു യുദ്ധത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ യുദ്ധത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു യുദ്ധവിരുദ്ധ മനോഭാവം, ഈ യുദ്ധവിരുദ്ധം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത ഉണ്ട്. നോക്കുക, ഈ ഏതൊരു യുദ്ധവും മാനവരാശിയെ ഒന്നടങ്കം, അതാണ് മാനവരാശിയെ ഒന്നടങ്കം ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കാൻ ഇനിയൊരു ലോകമഹായുധം ഉണ്ടായാൽ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ലോകമഹായുധം വേണ്ട. നോ വാർ, അതാണ് നോ വാർ. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടായിക്കൂടാ എന്ന ദൃഢനിശ്ചയം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയുക. ഈ നോട്ട്, ഇറ്റ്സ് എ കീ നോട്ട് ആൻഡ് സമ്മറി ഓഫ് ദ സെക്കൻഡ് പാസേജ് ഇൻ ദ ആറ്റിക്, റിട്ടൺ ബൈ വാഡിസ്ലാവ് സ്പിൽമാൻ. ഓക്കെ, താങ്ക് യു. അതിനു പുറമെ ഇതിൽ നിന്ന് യുദ്ധവിരുദ്ധ മുദ്രാവാക്യങ്ങൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ അധ്യായവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് യുദ്ധവിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതുക എന്നതാണ്. യുദ്ധവിരുദ്ധ മുദ്രാവാക്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാന നോ വാർ നോ ഹേറ്റ്രഡ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നോ വാർ നോ ഹേറ്റ്രഡ്. പിന്നെന്താണ്? ദ വാർ ബ്രിങ്സ് ഹേറ്റ്രഡ് ആൻഡ് പീസ് ബ്രിങ്സ് ലവ്. കണ്ടോ? വാർ ബ്രിങ്സ് ഹേറ്റ്രഡ് ആൻഡ് പീസ് ബ്രിങ്സ് ലവ്. എന്താ ഇതിനർത്ഥം? നമുക്കറിയാം. യുദ്ധം വെറുപ്പ് കൊണ്ടുവരുന്നു, പക്ഷേ സമാധാനം സ്നേഹവും. അതാണ് ലോകത്തൊന്നാകെ തന്നെ സ്നേഹത്തിൻ്റെതായ മുദ്രാവാക്യമാണത്. സ്നേഹം കൊണ്ടുവരാൻ, യുദ്ധമില്ലാത്ത അവസ്ഥയിൽ മാത്രമേ സ്നേഹം ലോകത്ത് നിലനിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ വെറുപ്പിൻ്റെതായ ലോകമായി മാറും എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? വാർ ത്രിൽസ് ബട്ട് കിൽസ്. നോക്കണം, വാർ ത്രിൽസ് ബട്ട് കിൽസ്. അത് ഏറ്റവും പ്രസിദ്ധമായ ഒരു യുദ്ധവിരുദ്ധ മുദ്രാവാക്യമാണ്. നമുക്ക് എന്താണ്, ആവേശമൊക്കെ ജനിപ്പിക്കാൻ യുദ്ധത്തിന് സാധിക്കും, പക്ഷേ അത് മാനവരാശി ഒന്നാകെ തുടച്ചു നീക്കാൻ ഉതകുന്നതാണ് യുദ്ധം എന്നുള്ള ഏറ്റവും. അപ്പോൾ ഈ നോ വാർ നോ ഹേറ്റ്രഡ്, ഞാൻ പറഞ്ഞു, നോ വാർ നോ ഹേറ്റ്രഡ്, വാർ ത്രിൽസ് ബട്ട് കിൽസ്, വാർ ബ്രിങ്സ് ഹേറ്റ്രഡ് ആൻഡ് പീസ് ബ്രിങ് ലവ്. അത് ഏറ്റവും പ്രസിദ്ധമായ മുദ്രാവാക്യങ്ങളാണ്. ആ മുദ്രാവാക്യങ്ങൾ കൂടി നിങ്ങൾ ഓർക്കുക. അതോടൊപ്പം തന്നെ ഈ സമ്മറിയും നോട്ട്സും ഇത് മാത്രം മതി, ഈ കീ നോട്ട്സും മാത്രം മതി. നിങ്ങളുടെ ആ പാഠത്തെക്കുറിച്ച് ഒരു എസ്സേ ചോദിക്കുകയാണെങ്കിലോ അതോടൊപ്പം മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിലോ ഇത് മാത്രം മതി. ഇത് നിങ്ങൾ എഴുതിയെടുക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.